ഹായ്, ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഷവായ് ചിക്കൻ ഞാനിവിടെ വീട്ടിലൊക്കെ കുറെ കാലം മുമ്പ് പ്രിപ്പയർ ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ പേരൊക്കെ ഇപ്പൊ ഷവായ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും. ഷവായ് എന്ന് പറഞ്ഞത് ചൈനയിലുള്ള സ്ഥലമാണോ ഷവായ്? അതും എനിക്കറിയില്ല. ഞാനിപ്പോ അത് വീഡിയോ കണ്ടിട്ടാണ്. എന്തായാലും കുഴപ്പമില്ല. വീഡിയോ അല്ല, ട്രെൻഡിങ് ആയി കണ്ടു, കുറെ വീഡിയോസ് കണ്ടു. അത് പലതും പല വെറൈറ്റിയിലാണ് ചെയ്യണേ. ഞാനിവിടെ ചെയ്യാറുള്ള ഒരു ചിക്കൻ ഏകദേശം ആ ഒരു റെസിപ്പി തന്നെയാണ് ചെയ്യാറ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇപ്പൊ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഷവായ് ചിക്കന്റെ ഇത് പറയുമ്പോ വെരി ഈസി പ്രിപ്പറേഷൻ, ഈസി പ്രിപ്പറേഷൻ, പ്രിപ്പറേഷൻ, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ചേഞ്ച് നമുക്ക് എപ്പോഴും അതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അത്ര ഈസിയാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഉള്ളൂ. അപ്പൊ പിള്ളേർക്ക് കൊച്ചുങ്ങൾക്കും കുട്ടി മറ്റേ സർപ്രൈസ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യാട്ടോ. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ദയവ് കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഓക്കെ, ദെൻ വീഡിയോയിലേക്ക് പോവാം. ഷവായ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ചെസ്റ്റ് പീസാണ് എടുത്ത് വെച്ചിരിക്കണേ. ചിക്കൻ്റെ ഇത് ഏകദേശം 1 കിലോ വരുന്നുണ്ട്. ഇത് ഒന്നുമില്ല, ഇങ്ങനെ ഫോർക്ക് വെച്ച് കുത്തുക, അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് സ്ലിറ്റ് ചെയ്യുക. ഇത് മാറ്റി വെക്കാം. ഇതിന്റെ സ്പെഷ്യൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം. അപ്പൊ ഒരു 10-20 ചെറിയ ഉള്ളി എടുക്കാം. വെളുത്തുള്ളി, ഒരു തുടം വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി കണ്ട ഒരു ചെറിയ കഷ്ണാണ്, കൊറിയാണ്ടർ ലീവ്സ്, 2 വലിയ തക്കാളി, കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതി. ഇത് നല്ല ജീരകമാണ്. നല്ല ജീരകം ഒരു 2 നുള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി. പിന്നെ സോക്ക് ചെയ്തിട്ടുണ്ട് ഒരു 10 നല്ല വറ്റൽ മുളക്. ഒരു 10-15 മിനിറ്റ് നേരം സോക്ക് ചെയ്താൽ മതി. അത് നമുക്ക് ഈ മസാലയിലേക്ക് വേണം. അതുപോലെ വേണ്ട ഒരു സംഭവമാണ് വിനീഗർ ഒരു 2. നമുക്കൊരു മിക്സിയിലെ കപ്പ് എടുത്തിട്ട് അതില് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. വിനീഗർ, ഇനി നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. മസാല നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കനിലേക്ക് ഇത് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. 1 തൊട്ട് 2 മണിക്കൂർ വരെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആവും ചിക്കൻ ഉണ്ടാക്കുമ്പോ. ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് ചെറിയ പീസാക്കിയിട്ടും ചെയ്യാട്ടോ. അപ്പൊ നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2 മണിക്കൂറായി. അതെ, ഇനി ഈ മസാല അടക്കം നമ്മൾ അതായത് കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. കുറെ മസാല ഉണ്ട് ഇതിന്. കുക്കറിലേക്ക് ഇട്ടിട്ട് കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ, ഇത് വലിയ പീസ് ആയത് കൊണ്ടാണ് കേട്ടോ നമ്മള് 2 വിസിൽ അടിക്കണേ. 1 വിസിലൊക്കെ മതിയാവും. അല്ല, അതും പിടിക്കണ, അത് വേഗം പിടിക്കും. 1 മണിക്കൂർ മതിയാവും. എന്നാലും കൂടുതൽ ടൈം വെക്കുമ്പോ അത്രയും ടേസ്റ്റ് കൂടുതലാവും. ഓക്കെ, അപ്പൊ 2 വിസിലൊക്കെ അടിച്ചിട്ട് ആവി പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഈ മസാല ഒന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഒരു പാനില് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 ഭാഗം ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ ചിക്കന്റെ. അപ്പൊ ഇത് 2 വശം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതിവിടെ മാറിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇതിന്റെ ബാക്കിയുള്ള ആ ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി ഈ എണ്ണയിലേക്ക്, കുറച്ച് എണ്ണയേ ഉള്ളൂ, അതിലേക്ക് നമ്മൾ ഇട്ടിട്ട് നന്നായി വേവിക്കാൻ പോവാ. ഒന്ന് ഇത്തിരി തിക്കാവണം. അപ്പൊ ഈ ഗ്രേവി അത്യാവശ്യം തിക്കായിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ആക്കി മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അതേ ഗ്രേവി ഇങ്ങട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങട് ആക്കാം. ഒരു 2 മിനിറ്റ് ഇതിലിങ്ങനെ കിടക്കണം കേട്ടാ. ചിക്കൻ ഇതിൽ കിടന്ന് ഈ ഗ്രേവി ഒന്ന് മൂടി വെക്കണ്ട. ഒക്കെ വെന്തതാണ്, എല്ലാം ഇതാണ്, സെറ്റ് ആയതാണ്. ഇതിന്റെ കൂടെ പൊറോട്ടയാ അങ്ങനെയൊക്കെ കഴിക്കണ്ട. ഇത് മാത്രം മതി ശരിക്ക് കഴിക്കാൻ. പിന്നെ പൊറോട്ടയാ നന്നായി വിശക്കുന്നവർക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാ. എനിക്ക് ചിക്കൻ മാത്രം മതി കേട്ടാ. ഒരു പീസ് അപ്പൊ നമ്മൾ ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ ഷെവായി ചിക്കന്റെ. അങ്ങനെ നമ്മുടെ ഷവായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടു നോക്കുന്നത് രസത്തിലൊക്കെ ഇപ്പൊ ഇടയ്ക്കേ വേണ്ടു. അപ്പൊ അത്രയും സോഫ്റ്റ് ആണ്. ഗ്രേവിയിലൊക്കെ അങ്ങനെ മുക്കി